शिवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सगणललिता श्री विशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। हरि ओं तत्सत्। ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന 13-ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അർജുനന്റെ 6 ചോദ്യങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന മറുപടി. എന്താണ് ജ്ഞാനം, എന്താണ് ജ്ഞേയം, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നത്. പിന്നീട് പ്രകൃതി എന്താണ്, ഭൗതിക പ്രകൃതിയെ പറ്റിയിട്ടും കഴിഞ്ഞ 20-ാം ശ്ലോകത്തിൽ വിവരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജീവസത്തകള് എപ്രകാരമാണ് ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചതിനെ അതിനെപ്പറ്റിയിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. നമുക്ക് ശ്ലോകം 23 നമുക്ക് വായിക്കാം, 21 മുതൽ വായിക്കാം. ശ്ലോകം 21. കാര്യകാരണകർത്തൃത്വേ ഹേതുഃ പ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. കാര്യകാരണകർത്തൃത്വേ ഹേതുഃ പ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. കാര്യകാരണകർത്തൃത്വേ ഹേതുഃ പ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. വാസുദേവായ. കാര്യകാരണകർത്തൃത്വേ ഹേതുപ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാര്യകാരണകർത്തൃത്വേ ഹേതുപ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. കാര്യകാരണകർത്തൃത്വേ ഹേതുപ്രകൃതി ഉച്യതേ പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതു ഉച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥവും. കാര്യകാരണകർത്തൃത്വേ, ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതുഹു, ഹേതു പ്രകൃതി, ഭൗതിക പ്രകൃതിയാണെന്നും സുഖദുഃഖാനാം, സുഖദുഃഖങ്ങൾ ഭോക്തൃത്വേ അനുഭവിക്കുന്നതിന് ഹേതു, ഹേതു പുരുഷ ജീവസത്തയാണെന്നും ഉച്ചതേ പറയപ്പെടുന്നു. ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു ഭൗതിക പ്രകൃതിയാണെന്നും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. വിവിധ തരം ജീവജാലങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ശരീരങ്ങളും വിവിധ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ആണ് ഉള്ളത്. മനുഷ്യരെ പോലെ ആയിരിക്കില്ല മറ്റു ജീവജാലങ്ങള്. പറന്നു നടക്കുന്ന ജീവജാലങ്ങളുണ്ട്, അതുപോലെ തന്നെ ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. അവരുടെ എല്ലാം തന്നെ ഇന്ദ്രിയങ്ങള് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഈ വൈവിധ്യത്തിന് കാരണം
ഭൗതിക പ്രകൃതിയാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അവര് ഈ ഓരോരോ യോനികളിൽ ജന്മമെടുത്തിട്ട് അത് കണക്കില്ലാത്തത്രയും അനന്തമാണെന്നാ പറയുന്നത്. ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട്, ഏത ബ്രഹ്മാണ്ടബരി അനന്ത ജീവഗണ 84 ലക്ഷയോനിത്തെ ഹരേ ഭ്രമണ. സനാതന ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അനന്ത ജീവഗണം, എണ്ണമില്ലാത്തത്രയും ജീവജനങ്ങൾ. എത്രയാ പറഞ്ഞിരിക്കുന്നത്? 84 ലക്ഷയോനിത്തെ, 84 ലക്ഷം തരത്തിലുള്ള യോനികളെ അവർ ജന്മമെടുത്തിട്ട് കരയെ ഭ്രമണ, ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു, ജലജ നവലക്ഷാണി, ജലജീവികൾ 9 ലക്ഷം തരത്തിലുണ്ട്. താവര ലക്ഷവിംശതി, 20 ലക്ഷം തരത്തിലുള്ള ചലിക്കാത്ത ജീവജാലങ്ങളുണ്ട്. അതുപോലെ തന്നെ കൃമിയെ രുദ്രസങ്കല്പ, 11 ലക്ഷം കൃമികീടങ്ങളുണ്ട്. പിന്നെ ത്രിംശൽ ലക്ഷാണി പശവ, 30 ലക്ഷം പശു അതായത് ജന്തുക്കളുണ്ട്. ചതുർലക്ഷാണി മനുഷ്യ, 4 ലക്ഷം മനുഷ്യരുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാതും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനുഷ്യര്, നമ്മള് എല്ലാ ഭൗതിക പ്രകൃതിയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നമ്മള് വെറും 4 ലക്ഷം മാത്രമേ ഉള്ളൂ. ഈ 4 ലക്ഷമാണ് ബാക്കി ഈ 80 ലക്ഷം ജീവജാലങ്ങളെ കീഴടക്കി ഭരിക്കുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ പ്രപഞ്ചത്തിലെ പ്രകൃതി സൃഷ്ടങ്ങളാണ്. ഭൗതിക പ്രകൃതി ഹേതു പ്രകൃതി രുച്യതേ. അപ്പോ ഇതിനെല്ലാം തന്നെ കാരണം ഭൗതിക പ്രകൃതിയാണ്. അപ്പോ ഒരേ തരത്തിലുള്ള ശരീരത്തില് ജീവിക്കണം, ഓരോരോ തരത്തിലുള്ള ശരീരത്തിൽ ജീവിക്കണം എന്ന് ഓരോരോ ആഗ്രഹങ്ങൾ നമ്മൾ വെച്ച് പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പ്രവാചകർ പറയാറുണ്ട്, അവർക്ക് വസ്ത്രം ധരിക്കാൻ താല്പര്യമില്ല. അവർ ഒരു വസ്ത്രവുമില്ല, അത് വിവസ്ത്രമായിട്ട് അവര് ഈ കടൽ തീരത്തൊക്കെ ഇങ്ങനെ മലർന്ന് കിടക്കും. ഇപ്പൊ പ്രവാചകർ പറയുന്നത്, അവരെല്ലാം അടുത്ത ജന്മത്തില് അവരെല്ലാം മരങ്ങളായിട്ട് ജനിക്കും. സ്ഥാവര, അവരെല്ലാം മരങ്ങളായിട്ട് ജന്മം എടുക്കുന്നതാണ്. കാരണം മരങ്ങൾക്ക് വസ്ത്രമില്ല, മരങ്ങൾ തന്നെ അവരുടെ തൊലി ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കറിയാം ദശമസ്കന്ധത്തില് നളകുബേരന്റെയും മണികേവന്റെയും ചരിത്രത്തില് നാരദ മഹർഷി വരുന്ന സമയത്ത് ഇവര് രണ്ടുപേരും വിവസ്ത്രരായിട്ട് ജലത്തിലെ ക്രീഡകൾ ചെയ്തുകൊണ്ടിരുന്നു. നാരദമുനിയെ കണ്ടിട്ട് ആ ബഹുമാനം പോലും അവർ കാണിച്ചില്ല. നാരദമുനിയുടെ ശാപം കാരണമാണ് അവർക്ക് മരങ്ങളായിട്ട് ആ ഗോകുലത്തിന്റെ മുറ്റത്ത് അവർക്ക് ജന്മമെടുക്കേണ്ടി വന്നത്. അപ്പോ നമ്മളുടെ ആ ഡിസയേഴ്സ്, ആ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് വിവിധ തരത്തിലുള്ള ശരീരങ്ങള് സ്വീകരിക്കേണ്ടി വരുന്നത്. അങ്ങനെ ആ വിവിധ തരത്തിലുള്ള ശരീരങ്ങൾ ഇരുന്നു കൊണ്ട് അവിടെ ആ ശരീരത്തില് ആ ശരീരങ്ങൾ സ്വീകരിക്കണമെന്ന് മാത്രമല്ല, അങ്ങനെ വിവിധ തരത്തിലുള്ള ശരീരങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ജീവാത്മാവ് പലതരത്തിലുള്ള ആ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. മരങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് കാറ്റും വെയിലും മഴയും എല്ലാം കൊണ്ട് അവർക്ക് എത്രയോ വർഷങ്ങൾ, 100 കണക്കിന് വർഷങ്ങൾക്ക് അവർക്ക് തന്നെ നിൽക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ ഈ നമ്മളുടെ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിൽ തന്നെ ജനിക്കുന്ന ആ ആഗ്രഹങ്ങൾ കാരണമാണ്. അപ്പോ നമ്മളുടെ ഈ വിവിധ തരത്തിലുള്ള സുഖദുഃഖ ഇവിടെ പറയുന്നത് അല്ലെ, സുഖദുഃഖാന, ഈ സുഖദുഃഖങ്ങൾക്കുള്ള കാരണം ഈ പ്രത്യേക തരത്തിലുള്ള ഈ ഭൗതിക ശരീരമാണ്, അല്ലാതെ ആത്മാവല്ല. കാരണം ആത്മാവിന് ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെയില്ല. വാസ്തവത്തില് നമ്മളെല്ലാവരും തന്നെ മൗലികമായിട്ട് നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. അപ്പൊ ആ നിത്യദാസന്മാര് എന്ന നിലയില് നമ്മുടെ കർത്തവ്യം നമ്മുടെ ഭഗവാന് സേവനം അനുഷ്ഠിക്കുക എന്നതാണ്. അപ്പൊ ആ തലത്തില് എല്ലാ കാലത്തും
ഒരു ജീവാത്മാവിന് ആനന്ദം അനുഭവിക്കാനും സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് പറ്റും, പലപ്പോഴും ആ സത്യം മറന്നിട്ട്, നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ് എന്നുള്ള ആ സത്യം മറന്നിട്ട് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയെ കീഴടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള ആ ആഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തില് ഈ ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്നത്. നമ്മൾ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിരുന്നു, അപരേയമിതസ്ത്വന്യാത് പ്രകൃതിം വിധിമേ പരാം ജീവഭൂതം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ഭഗവാൻ പറയണ്ടായി. അപരേയം, ആദ്യം തന്നെ ഭൗതിക പ്രകൃതിയെ പറ്റിയിട്ട് ഭഗവാൻ വിവരിച്ചു. പിന്നെ മറ്റുള്ള ജീവജാലങ്ങളെ പറ്റിയിട്ട് വിവരിച്ചു. അതിനുശേഷം പറഞ്ഞു അപരേയം, ഇതിനെല്ലാം ഉപരിയായിട്ട് വേറൊരു ഒരു സെറ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാണ് ജീവാത്മാക്കൾ. അവരെല്ലാം തന്നെ ഏതം ധാര്യതേ ജഗത്, അവരെല്ലാം തന്നെ ഭൗതിക പ്രകൃതിയെ കീഴടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ചേ ഉള്ളൂ, വെറും 4 ലക്ഷമേ ഉള്ളൂ. ഈ 4 ലക്ഷമാണ് ബാക്കിയുള്ള 50 ലക്ഷത്തിനെ കീഴടക്കി വയ്ക്കാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആധ്യാത്മിക ലോകത്തില് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. കാരണം എന്താണ്, അവിടെ എല്ലാം വിശുദ്ധമാണ്. നമ്മൾ ഈ ഭൗതിക പ്രകൃതിയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ട് ഭൗതിക പ്രകൃതിയിൽ ആ ഗുണങ്ങൾക്ക് വശംബദ്ധരായിട്ട് ഈ ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഭൗതികമായിട്ടുള്ള സുഖദുഃഖങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാവരും തന്നെ ഈ ശാരീരിക സുഖം നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ പ്രയത്നത്തിനനുസരിച്ചിട്ടുള്ള ആ ഗുണം ലഭിക്കുന്നില്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ് പ്രയത്നം ചെയ്യുന്നത്? ശാശ്വതമായിട്ടുള്ള ആ സുഖം ലഭിക്കാൻ വേണ്ടി. ആരോട് ചോദിച്ചാലും അവരെല്ലാം പറയുന്നതിനാണ് നമുക്ക് എന്താണ്, ശാശ്വതമായിട്ടുള്ള സുഖം വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. വലിയ ധനികരെല്ലാവരും അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ പണിയും, അതിനകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും അവര് ഉണ്ടാക്കി വെക്കും. പക്ഷെ എന്ത് പറ്റും, അവർക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല പലപ്പോഴും. അവര് അതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പെട്ടെന്നാവും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവരുടെ ജീവിതം അവസാനിക്കുന്നത്. പ്രഭു അതില് ഒരു സ്റ്റോറി പറയണ്ട. അതായത് ഒരു കൊള്ളക്കാരൻ ഒരു സംഘമാണ്. അവര് ഈ എല്ലാവരുടെ അടുത്തും പിടിച്ചു പറിക്കുക, തോക്ക് ചൂണ്ടി അവര് ഭീഷണിപ്പെടുത്തിയിട്ട് എല്ലാം പിടിച്ചു പറിച്ച് വലിയൊരു സാമ്രാജ്യം തന്നെ അവർ കെട്ടിപ്പൊക്കി. അപ്പോ ഈ കൊള്ളക്കാരന്റെ തലവന്റെ കൂടെ എപ്പോഴും തോക്കുധാരിയായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെല്ലാം എല്ലാ സ്ഥലത്തും അവരുടെ അരാജകത്വമാണ് ഉണ്ടായിരുന്നത്. മന്ത്രിമാര്, പോലീസുകാർക്ക് എല്ലാവർക്കും അവരെ പേടിയാണ്. അപ്പൊ അങ്ങനെ എന്ത് പറ്റിയ, ഒരു ദിവസം ഈ കൊള്ളക്കാരുടെ തലവിന് പെട്ടെന്നൊരു ബ്ലോക്ക് വന്ന് അങ്ങനെ അടുത്തുള്ളൊരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അവിടുത്തെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് രക്ഷയില്ലാത്ത കേസാണ്, വലിയൊരു ബ്ലോക്കാണ് എന്ന് പറഞ്ഞു. അപ്പോ തോക്കുധാരികൾ പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തിനെ രക്ഷിച്ചില്ല എന്ന് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ചുട്ടിരിക്കും എന്ന് പറഞ്ഞ് അവരങ്ങനെ അപ്പൊ പോയി ഡോക്ടർമാരെല്ലാവരും ഭയപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ഒരു ചെറിയൊരു ഈ മെഡിസിൻ പഠിക്കുന്ന ഒരു പയ്യൻ, അപ്പോ അവനാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ധനികരൊന്നുമല്ല. കാരണം അവന്റെ അച്ഛനൊരു ചായക്കട നടത്തുന്ന ഒരു പയ്യനാണ്, ചായക്കട നടത്തുന്ന ഒരാളാണ്. അപ്പോ ഇയാൾ എന്ത് ചെയ്യും, ഈ മെഡിക്കൽ കോളേജിൽ പഠിത്തം കഴിഞ്ഞിട്ട് പോയിട്ട് അച്ഛനെ ചായ അടിക്കാൻ സഹായിക്കും. ഈ മെഡിക്കൽ കോളേജിൽ തന്നെ എല്ലാവർക്കും ചായ സപ്ലൈ ചെയ്യുന്നൊക്കെ ഈ പയ്യൻ തന്നെയാണ്. അപ്പോ പക്ഷെ ഇയാൾക്ക് വായിക്കാനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരുപാട് ബുക്സ് എല്ലാം ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കാറുണ്ട്. നല്ല വിവരമാണ്. അപ്പൊ ഈ പയ്യൻ ഇവിടുത്തെ ഈ ബഹളൊക്കെ കണ്ടുവരുന്നു. സീനിയർ ഡോക്ടർ പറഞ്ഞു, ഞാനൊരു കൈ നോക്കാം. അപ്പൊ അവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. നീ പഠിക്കുന്ന സ്റ്റുഡന്റ്, നിനക്ക് ലൈസൻസ് പോലും ഇല്ല, നീ എന്തൊരു കൈ നോക്കാനാണ്? പക്ഷെ അവിടുത്തെ സാഹചര്യം കണ്ടിട്ട് സംസാരിക്കാനുള്ള സമയമില്ല. നിങ്ങൾ വേഗം എനിക്ക് ഉപകരണങ്ങളെല്ലാം തരാൻ പറഞ്ഞ് ഉപകരണം എല്ലാം വാങ്ങിച്ച് ഈ പയ്യൻ വളരെ അതിവിദഗ്ധമായിട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് ഈ ബ്ലോക്ക് മാറ്റി രക്ഷിച്ച്. പക്ഷെ ഹോസ്പിറ്റലുകാർ ഈ പയ്യനെതിരായി, കാരണം അവരുടെ പേര് പോകില്ലേ. പക്ഷേ ഇയാൾക്ക് ബോധം വന്നപ്പോ ഇയാൾ ചോദിച്ചു, ഏത് ഡോക്ടറാണ് എന്നെ രക്ഷിച്ചത്? അപ്പൊ ഡോക്ടർ എല്ലാം രക്ഷിച്ചു, ഇവിടെ പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പൊ
ഉടനെ അവനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി. അപ്പോ ഇയാൾ ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട്, നിനക്ക് എത്ര കോടി വന്നിട്ട് നീ എഴുതിയെടുത്തു, നീ എന്നെ രക്ഷിച്ചതാണ്, എൻ്റെ ജീവൻ രക്ഷിച്ചതാണ്. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, എനിക്ക് പൈസയുടെ ആവശ്യമില്ല. പൈസ എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നേരെ വഴിക്ക് കിട്ടുന്ന പൈസ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ചെക്ക് തിരിച്ചു കൊടുത്തു. അപ്പോ ഇത് കണ്ടിട്ട് ഈ കൊള്ളക്കാരന്റെ മനസ്സ് ചേഞ്ചായി പോയി എന്നാ പറയുന്നത്. കാരണം അയാൾ പറഞ്ഞു വന്നിട്ട്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് പൈസയ്ക്ക് ഉണ്ടായിട്ട് എനിക്ക് അവസാന നിമിഷം മനസ്സിലായി ഈ പൈസയ്ക്കൊന്നും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള മനസ്സിലായി. അപ്പോ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു പയ്യനോട്. അപ്പൊ പയ്യൻ പറഞ്ഞു, അങ്ങ് ഈ പരിപാടികളെല്ലാം നിർത്തിയിട്ട്, തോക്കിനി എടുക്കാൻ പാടില്ല, പരിപാടികളെല്ലാം നിർത്തിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറഞ്ഞു. കൊള്ളക്കാരൻ അത് കേട്ടു. അത് മാത്രമല്ല, ഈ പയ്യന്റെ ആഗ്രഹപ്രകാരം അവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഹോസ്പിറ്റലിൽ പണിയുകയുണ്ടായി. അപ്പോ അതൊരു സേവനത്തിന് വേണ്ടിയിട്ട്. അപ്പോ അതാണ്, എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും ശരി, അതിനൊന്നും തന്നെ നമ്മളെ ഈ ഭൗതിക പ്രകൃതിയുടെ ഈ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, പക്ഷെ എല്ലാവർക്കും സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും ദുഃഖം കിട്ടാൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോ ആരും തന്നെ ദുഃഖം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കാറില്ല, പക്ഷെ ദുഃഖം വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് സുഖവും, അതുപോലെ തന്നെയാണ് അത് വരും. ഇതെല്ലാം തന്നെ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് കപിലദേവൻ അമ്മ ദേവാഹുതിയോട് പറയുന്നത്. കർമ്മണ ദേവനേത്രേണ ജന്തുർദേഹോപത്തേ സ്ത്രീയ പ്രവിഷ്ട ഉദരം പുംസോ രേതകണാശ്രയ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മുജ്ജന്മങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട്, അതുപോലെ തന്നെ ആ ഭഗവാന്റെ സൂപ്പർവിഷനിൽ ആണ് നമ്മൾ ഓരോരോ ശരീരങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മൾ പുംസോ രേതകണാശ്രയ, ഒരു പുരുഷന്റെ ബീജത്തിൽ കൂടെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രത്യേകതരം ശരീരം സ്വീകരിച്ചതിന് ശേഷം ആ ജീവൻ പ്രകൃതിക്ക് അതീതനായിട്ട് തീരാണ് ചെയ്യുന്നത്. ശരീരം ഭൗതികമായതുകൊണ്ട് തന്നെ ജീവാത്മാവ് ഭൗതിക നിയമങ്ങൾക്കനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇതാണ് ഭഗവാന്റെ നിയമം. പക്ഷെ ജീവാത്മാക്കൾ പലപ്പോഴും ഈ നിയമത്തെ ലംഘിക്കാനായിട്ട് ശ്രമിക്കും. അവർക്കത് സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും അവര് ഈ ഭൗതിക പ്രകൃതിയിലത്തെ നിയമങ്ങളെ ലംഘിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഈ ജീവാത്മാവ് ഈ പലപ്പോഴും പല പല ശരീരങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ മറ്റുള്ളവരുടെ നേരൊക്കെ ഷൗട്ട് ചെയ്യുന്നവര് കാണാം. അവർ ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ നായയായിട്ട് ജനിക്കും. പ്രഭുവാര് പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ. അവർ നായയായിട്ട് ജനിക്കും. അപ്പൊ ആരെ കണ്ടാലും അവരിങ്ങനെ കുറച്ചു കൊണ്ട് നിൽക്കും. കാരണം അവരുടെ ആ ഡിസയർ അതാണ്, മറ്റുള്ളവരെ നേരെ ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡിസയർ. അപ്പോൾ അവർ നായയായിട്ട് ജന്മം എടുക്കും. ആ നായയായിട്ട് ജന്മം എടുത്തു കഴിഞ്ഞാലോ പിന്നെ അവർ മനുഷ്യരെ പോലെയല്ല പ്രവർത്തിക്കും, ഉടനെ നായയെ പോലെ പ്രവർത്തിച്ചു തുടങ്ങും. ഇനിയിപ്പോ ഒരു പന്നിയുടെ ദേഹത്തിലാണ് അവർ കയറി കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ പന്നിയെ പോലെ പ്രവർത്തിക്കാനും അമേദ്യം ഭക്ഷിക്കാനായിട്ട് തുടങ്ങും. അവർക്ക് അതൊരു വൃത്തികേടായിട്ട് തോന്നില്ല. കാരണം അവർക്ക് അമേദ്യം ഭക്ഷിക്കുന്നതാണ് അവർക്ക് ആനന്ദം കിട്ടുന്ന ഒരു പ്രവൃത്തി. അപ്പോ ഈ ദേവന്റെ ശരീരത്തിലാണ് ശരി കയറുന്നതെന്നുണ്ടെങ്കിൽ ദേവനെ പോലെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അപ്പോ അതാണ് പ്രകൃതിയുടെ നിയമം. അപ്പൊ ഏത് ശരീരത്തിലായാലും ശരി, ഏത് ചുറ്റുപാടിലായാലും ശരി, ഒരു വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം തന്നെ പരമാത്മാവുമുണ്ട്. ആ പരമാത്മാവാണ് നമ്മളുടെ ഈ എല്ലാ പ്രവൃത്തികൾക്കും മേൽനോട്ടം വഹിക്കുന്നത്. മേൽനോട്ടം വഹിക്കുന്നത് പറഞ്ഞാൽ അതിൽ നമുക്ക് അനുവാദം തരല്ല, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ പരമാത്മാവ്. മുണ്ടകോപനിഷത്തില് ഇത് പറയുന്നുണ്ട്. പ്രഭുവാര് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ദ്വാ സുപർണ സയുജ സഖായ. ഭഗവാന് ജീവാത്മാവിനോട് അത്യന്തം കരുണയുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും ഏത് ശരീരം നാൾ സ്വീകരിച്ചു കഴിഞ്ഞാലും ശരി, നമ്മളുടെ കൂടെ പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ടായിരിക്കും. നമ്മളെ നല്ല നിലയ്ക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കാരണം നമ്മൾ പലപ്പോഴും വഴിതെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തുടർന്ന് ഭഗവാൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം.
ശ്ലോകം 22. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദ് അസത് യോനി ജന്മസു. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദ് അസത് യോനി ജന്മസു. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദ് അസത് യോനി ജന്മസു. ഓം നമോ ഭഗവതേ വാസുദേവായ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസ്യ യോനി ജന്മസു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസ്യോനി ജന്മസു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കൂ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പുരുഷ പ്രകൃതിസ്ഥോ ഹ്രീഭുക്തോ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണചോക്സ്യ സദ് അസോദ്യോനി ജന്മസ്യ. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോ അസ്യ സത് അസദ്യോനി ജന്മസു. സത് അസത് യോനി ജന്മസു. സത് അദസ്യോ യോനി ജന്മസു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശൈലപ്രഭാരവർത്തനം ഭാവാർത്ഥവും കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയാണിത്. ഹി എന്തെന്നാൽ പ്രകൃതിസ്ഥ ഭൗതിക പ്രകൃതിയിൽ പുരുഷ ജീവാത്മാവ് പ്രകൃതിജാൻ ഗുണാൻ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ഭുങ്ക്തേ അനുഭവിച്ചുകൊണ്ട് കാരണം ഗുണസംഗ ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താൽ സത് അസത് നല്ലതും ചീത്തയുമായ യോനി ജന്മസു നാനായോനികളിൽ പിറവിയെടുക്കുന്നു. എന്തെന്നാൽ ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താൽ നല്ലതും ചീത്തയുമായ നാനായോനികളിൽ പിറവിയെടുക്കുന്നു. നമ്മുടെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിരുന്നു. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി കൃഷ്ണാദി നരോപരാണി. അതായത് നമ്മള് പഴകിയ വസ്ത്രങ്ങൾ മാറുന്നത് പോലെയാണ് ജീവാത്മാവ് ശരീരം മാറുന്നത് നമ്മള് വായിച്ചിരുന്നു. ഇപ്പൊ സുപ്രധാനമായിട്ടുള്ള ഈ ശ്ലോകം അണുമാത്രനായിട്ടുള്ള ജീവാത്മാവ് എപ്രകാരമാണ് ഒരു ദേഹം വിട്ടിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള അറിവാണ് ഇവിടെ നൽകുന്നത്. ഇപ്രകാരം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന കാരണം ആ ഭൗതിക ജീവിതത്തിലുള്ള ആസക്തിയാണ്. ആസക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭക്തി പരേശാനുഭവ വിരക്തി. ഭക്തി നമ്മൾ വളർത്തിയെടുക്കണം. ഭക്തി വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിരക്തി നേടാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു ആസക്തി വിട്ടിട്ട് നമുക്ക് ഭഗവാനോടുള്ള ആസക്തി കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രക്രിയയിൽ നിന്ന് ഈ ജനന മരണ ശൃംഖലയുടെ ആ പ്രക്രിയയിൽ നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ഭൗതിക ജീവിതത്തിലുള്ള ആസക്തിയാണ്. മരിക്കാൻ കിടക്കുന്ന ഒരാൾ പോലും ആ ആസക്തി പലപ്പോഴും കൈവിടാറില്ല. അവസാന നിമിഷം പോലും അയാള് ധനത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരു ലിംഗം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ചിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പലപ്പോഴും പല കഥകളും അതിനെ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാൻ സമയം ചർച്ച ചെയ്യാം. അപ്പോ നമുക്ക് ഈ ആസക്തിയിൽ നിന്ന് പുറത്ത് കിടക്കാതെ നമുക്ക് ഒരിക്കലും ഈ ജനന മരണങ്ങളുടെ പരമ്പരയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കില്ല. ഏതും ദാര്യതേ ജഗത്, നമ്മൾ ഈ ഭൗതിക പ്രകൃതിയെ കീഴടക്കുമെന്നുള്ള ഈ ആകാംക്ഷ മൂലമാണ് ജീവാത്മാവിന് ഇത്തരത്തിലുള്ള ആ ജനന മരണങ്ങളുടെ ശൃംഖലയിൽപ്പെട്ട് ഒഴേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ ഈ തൃഷ്ണ
എത്രത്തോളം ഉണ്ടോ അത്ര അതനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് മനുഷ്യരായിട്ട്, ചിലപ്പോൾ ദേവനായിട്ട്, മറ്റു ചിലപ്പോ വന്യമൃഗങ്ങളായിട്ട്, അല്ലെങ്കിൽ പക്ഷി, അല്ലെങ്കിൽ പുഴു, അല്ലെങ്കിൽ ജലജന്തു, ഇതും അല്ലെങ്കിൽ ഒരു മൂട്ടയൊക്കെ ആയിട്ട് നമുക്ക് പലപ്പോഴും ജന്മം എടുക്കേണ്ടി വരും. പ്രഭുവാതിരൊരിക്കൽ ഒരു ശിഷ്യനോട് പറയുകയുണ്ടായി. അവര് ഈ ബോംബെയില് ഒരു കേസ് ഉണ്ടായിരുന്നു, ഇസ്കോണും അതിന്റെ ലാൻഡ് ലോഡുമായിട്ടുള്ള ഒരു കേസിൽ പ്രഭുവാതിര ശിഷ്യന് പോലെ കോടതിയിൽ പോവുകയുണ്ടായി. അപ്പൊ കോടതിയിൽ പോയിട്ട് അപ്പൊ ജഡ്ജി വിളിക്കുന്ന കാത്ത് അങ്ങനെ പുറത്ത് ബെഞ്ചിലിരുന്നു. അപ്പൊ ഇവരഞ്ചെന്നെങ്കിൽ വിദേശികളല്ലേ, അപ്പൊ പുറത്ത് ബെഞ്ചിലിരുന്ന സമയത്ത് മൂട്ടകടി കണ്ടുകൊണ്ട് ഇതിന്റെ കാലെല്ലാം ഒന്ന് ചുമന്ന് തടിച്ചു. കാരണം നല്ല വെളുത്ത ശരീരത്തില് ചുമന്ന് തടിച്ചിട്ട് ഇരിക്കാൻ പറ്റാതെ. അപ്പൊ പിന്നെ കോടതി തിരിച്ചു വന്ന ശേഷം പ്രഭുവാതിരോട് പറഞ്ഞു, പ്രഭുവാതിര് കോടതിയിൽ പോയിട്ട് ഞാൻ അവിടെ ബെഞ്ചിൽ കാത്തിരുന്ന് എന്നെ മൂട്ട കടിച്ച് ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുവാതിര് പറഞ്ഞു, ഒരിക്കലും കോടതി പോയി ബെഞ്ചിലിരിക്കാൻ പാടില്ല. കാരണം അവിടുത്തെ വക്കീലുമാരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മൂട്ടയായിട്ട് ജന്മമെടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ കാരണം എന്ന് ചോദിച്ചു. കാരണം അവര് ജീവിച്ചിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ രക്തം ഊറ്റും. അപ്പൊ അവർക്ക് ആ മരിക്കുന്ന സമയത്തും ആ ഡിസയർ അവരിൽ നിന്ന് മാറണമെന്നില്ല, ആ ആഗ്രഹം. അപ്പൊ അത് കഴിഞ്ഞ് അവര് മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവർ മൂട്ടയുടെ ശരീരം സ്വീകരിക്കുമ്പോഴും മറ്റുള്ളവർ രക്തം ഊറ്റാനാണ് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കോടതിയിൽ പോയ ബെഞ്ചിലിരിക്കാൻ പാടില്ല എന്ന് പ്രഭുവാതിര ശിഷ്യനോട് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് മറ്റുള്ള ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പോ ഈ ചക്രം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഏത് ശരീരത്തിലായാലും താനാണ് ഈ ഭൗതിക പ്രകൃതി അധിപതി എന്നാണ് ജീവാത്മാവ് കരുതുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ഈ നായ്ക്കള്, അവർക്ക് നമ്മൾ ഇപ്പൊ പഞ്ചായത്ത് അവർക്ക് സ്ഥലമൊന്നും പതിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ നായ്ക്കൾ അവരുടെ തന്നെ ഒരു ഏരിയ തിരിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഏരിയയിലേക്ക് വേറൊരു നായ വന്നു ഉടനെ അവർ കുറച്ച് ചാടി ഓടിച്ചു കളയും. ഇപ്പോ അവര് തന്നെ അത്രയും ഏരിയ അവരുടേതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും. വാസ്തവത്തിൽ നമ്മൾ വരുമ്പോ എന്താ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലെ. പക്ഷേ നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ ഈ നമ്മൾ മനുഷ്യ ശരീരം സ്വീകരിച്ചു കഴിയുമ്പോൾ ഉടനെ നമ്മൾ ഈ അതിർത്തിയൊക്കെ തിരിച്ച് കെട്ടാനായിട്ട് തുടങ്ങും. നമ്മളുടെ മറ്റാളുടെ അതിർത്തി കെട്ടാനായിട്ട് തുടങ്ങും. പക്ഷെ ഇതൊന്നും തന്നെ വാസ്തവത്തിൽ നമ്മളുടെ അല്ല, എല്ലാം തന്നെ ഭഗവാന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ്. അപ്പോ ഈ സത്യം നാം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും തന്നെ ഭൗതിക പ്രകൃതിക്ക് അധീനരാണ്. കാരണം ഒരു പ്രകൃതിക്ഷോഭം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ എല്ലാ സങ്കല്പങ്ങളും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും. അപ്പൊ നമ്മൾ ചിന്തിച്ചു കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ രാത്രി കിടക്കുന്ന പലരും ചിന്തിച്ചു കൂട്ടും, നാളെ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാന്നൊക്കെ ചിന്തിച്ചു കൂട്ടും. പക്ഷെ ചിലപ്പോൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാവും ഒരു കൊടുങ്കാറ്റ് വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഈ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോകും. ഇവിടെ പറയുന്നത് എന്താണ്? ഗുണസംഗ്രഹ. അപ്പോ പ്രകൃതിയുടെ ആ വ്യത്യസ്ത ഗുണങ്ങളുമായിട്ടുള്ള ആ സമ്പർക്കം കൊണ്ടാണ് നമുക്ക് വിഭിന്ന ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ത്രിഗുണങ്ങളുടെ ആ ചക്രത്തിൽ നിന്ന് നമ്മൾ ഉയർന്നിട്ട് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള അവസ്ഥയിൽ എത്തണം. അപ്പൊ അതിനെയാണ് കൃഷ്ണാവബോധം അല്ലെങ്കിൽ ആധ്യാത്മിക അവബോധം എന്ന് പറയുന്നത്. ഇപ്പോ സ്മരണാതീത കാലം മുതൽക്ക് നമ്മളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളുണ്ട്. ഇപ്പോ നമ്മൾ ഇതിൽ നിന്നെല്ലാം പുറത്തു കിടക്കണം. അതെങ്ങനെ നമുക്ക് സാധിക്കും? പ്രഭുവാദിൽ പറയുന്നത് നമ്മൾ ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ കേൾക്കണം. നമ്മുടെ ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് കേൾക്കുക എന്നുള്ളത്. കാരണം ശ്രുതി സ്മൃതി പുരാണാദി പഞ്ചരാത്ര വിനിന്ദിന നാരദ മഹർഷി പറയുന്നുണ്ടത്. അപ്പോ നമ്മൾ കേൾക്കണം. ആദ്യം തന്നെ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന്, ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നമ്മൾ കേൾക്കണം. നമുക്ക് ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ നോക്കി തന്നെ നമുക്ക് ഒരുപാട് കേൾക്കാനായിട്ട് കിട്ടും. പക്ഷെ പലതും ആധികാരികമായിട്ടുള്ളതായിരിക്കില്ല. നമ്മൾ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെ ക്ലാസ്സുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള നമുക്ക് ജ്ഞാനം നേടാനായിട്ട് സാധിക്കും. അപ്പോ അർജുനൻ കൃഷ്ണനിൽ നിന്ന് ആ ശാസ്ത്രം കേട്ട് മനസ്സിലാക്കി
അപ്പോ അവസാനം അദ്ദേഹം പറഞ്ഞു യഥേച്ഛസി തഥാ കുരു, അങ്ങെന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളും അതുപോലെ തന്നെ ഈ അർജുനന്റെ കാലടികളെ പിന്തുടർന്നിട്ട് നമ്മള് പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ ഈ ദൈവശാസ്ത്രം ഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഈ ഭൗതിക പ്രകൃതിയെ കീഴടക്കണം എന്നുള്ള ആ ആഗ്രഹത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി നേടാനും ആത്മീയമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുമ്പോ ഒരാള് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോ അതിനെ പറ്റിയിട്ട് ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ശ്ലോകം 23 ഉപദൃഷ്ട അനുമന്ദാശ്ച ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേ അസ്മിൻ പുരുഷപരാ. ഉപദൃഷ്ട അനുമന്ദാശ്ച ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപരാ. ഉപദൃഷ്ട അനുമന്ദാശ്ച ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപരഃ. ഹരേ കൃഷ്ണ പ്രഭു. വാസുദേവായ അനുമന്ദ ച ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാഭ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉപദ്രഷ്ടാനുമന്താ ച ഭർത്താ ഭോക്ത മഹേശ്വരഃ പരമാത്മേതി ചാഭ്യുക്തോ ദേഹേസ്മിൻ പുരുഷപരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉപദിഷ്ടാനുമന്ദാ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേ അസ്മിൻ പുരുഷപരഃ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉപദ്രഷ്ട അനുമന്ദശ്ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേ അസ്മിൻ പുരുഷപരഃ. ഹരേ ഹരേ കൃഷ്ണ. ശിലപ്രവാചകവർത്തനവും അവർത്തവും. അസ്മിൻ ദേഹെ, ഈ ശരീരത്തിൽ, പരഹ പുരുഷ, പരമമായ ആസ്വാദകനും, ഉപദൃഷ്ട, മേൽനോട്ടക്കാരനും, അനുമന്ദ, അനുമതിദായകനും, ഭർത്ത, സർവാധിപതിയും, ഭോക്ത, പരമാസ്വാദകനും, മഹേശ്വര, പരമപ്രഭുവും ആയ ആ പരമപുരുഷനെ പരമാത്മാ ച അഭിഉക്ത, പരമാത്മാവ് എന്ന് പറയുന്നു. മേൽനോട്ടക്കാരനും അനുമതിദായകനും സർവാധിപതിയും പരമാസ്വാദകനും പരമപ്രഭുവുമായ ആ പരമപുരുഷനെ പരമാത്മാവ് എന്ന് പറയുന്നു. നമ്മൾ ഇത്രയും ശ്ലോകങ്ങളിൽ ജീവാത്മാവിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു അത് മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, പരമാത്മാവ് എന്നുള്ള പേരില്. ആ പരമാത്മാവ് എല്ലാത്തിൻ്റെയും ആസ്വാദകൻ, എല്ലാത്തിൻ്റെയും മേൽനോട്ടക്കാരനും അദ്ദേഹമാണ്. നമ്മളുടെ ഓരോ പ്രവൃത്തികൾക്കും അനുമതി തരുന്നതും അദ്ദേഹമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഭഗവാൻ നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം പക്ഷേ നിങ്ങൾ ചെയ്തോളേ, പക്ഷെ അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം. പിന്നെ അത് മാത്രമല്ല, ഭഗവാൻ എല്ലാ സർവാധിപതിയാണ്, പിന്നെ എല്ലാത്തിന്റെയും ആസ്വാദകനാണ്, പരമാസ്വാദകനാണ്. ഇത് മാത്രമല്ല പരമപ്രഭുവുമാണ്. അപ്പോ ആ പരമപ്രഭുവിനെയാണ് നമ്മൾ പരമാത്മാവ് അല്ലെങ്കിൽ ക്ഷീരോദക്ഷായി വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴും ആ ജീവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ആ പരമാത്മാവ് ഭഗവാന്റെ തന്നെ ഒരു വിസ്തരണമാണ്. വിഷ്ണു സ്ത്രീ നിരൂപാണി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള വിഷ്ണു രൂപങ്ങളുണ്ട് ഭഗവാന്റെ. അതിലൊന്നാണ് ഈ ക്ഷീരോദക്ഷായി വിഷ്ണു. ആ പരമപുരുഷൻ ഒരു ജീവസത്തയല്ല, അദ്ദേഹം വ്യക്തിഗത ജീവാത്മാവിൽ നിന്ന് ഭിന്നനാണ്. എങ്ങനെയാണ് ഭിന്നനാകുന്നത്? കാരണം അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങള് ഒന്നും തന്നെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളല്ല. അപ്പൊ അദ്ദേഹം എല്ലാ ശരീരങ്ങളിലും വാഴുന്നുണ്ട്. ഇപ്പോൾ ഒരു ജീവാത്മാവിന്
ഒരു ശരീരത്തിൽ മാത്രമേ വാഴാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ വേറൊരു ശരീരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് വേണം വേറൊരു ശരീരത്തിലേക്ക് പോകാനായിട്ട്. അന്യാനി സംയാതി നവാനിക്കേഹി. പക്ഷെ പരമാത്മാവിന് അങ്ങനെയല്ല. പരമാത്മാവിന് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ ഒരേ സമയം തന്നെ വസിക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കത് പറയേണ്ട കാര്യം തന്നെയില്ല. കാരണം ഭഗവാന് അതേ രൂപത്തിൽ തന്നെ എത്ര സ്ഥലത്ത് വേണമെങ്കിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ദ്വാരകയിൽ എത്ര കൊട്ടാരങ്ങളുണ്ടായിരുന്നു. 16,108 പത്നിമാര് ഭഗവാനുണ്ടായിരുന്നു. എല്ലാവരുടെയും കൊട്ടാരത്തിൽ ഭഗവാൻ ഒരേ സമയം സന്നിഹിതനായിരുന്നു. അപ്പോ അതൊന്നും തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നില്ല. അതെല്ലാം യഥാർത്ഥ ഒറിജിനൽ ആയിട്ടുള്ള ഭഗവാന്റെ വിസ്തരണങ്ങൾ തന്നെയായിരുന്നു. അപ്പോ അദ്ദേഹമാണ് ഈ വ്യക്തിഗത ജീവാത്മാവിന്റെ ഈ ശാരീരിക പ്രവർത്തനങ്ങളില് അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഉപദിഷ്ട, മേൽനോട്ടം വഹിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഈ ജീവാത്മാവ് ചെയ്യുന്ന ഈ ശാരീരിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഒരു ഭോക്താവല്ല. കാരണം അദ്ദേഹം ഇതിന്റെ എല്ലാം ഉപരിയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും തന്നെ ആസ്വദിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം സ്വയം ആസ്വാദകനാണ്. അപ്പോ നമുക്കാണ് തോന്നുന്നത് നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, അല്ലെ? പക്ഷെ വാസ്തവത്തിൽ ഭഗവാൻ അതിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. കാരണം ഭഗവാൻ ആത്മാരാമനാണ്. അതേസമയം നമുക്കൊരു തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഒരു ബന്ധം സ്ഥാപിക്കണം, അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചു സംബന്ധ അവിധേയ പ്രയോജനം. നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമുക്കതിന് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നമുക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാന് സേവനങ്ങൾ ചെയ്യുന്നത്. അതിന്റെ പ്രയോജനം നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ഭഗവാന്റെ ആ അനുഗ്രഹം, ആശീർവാദം നമുക്ക് എപ്പോഴും ലഭിക്കും. അപ്പൊ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന് നമ്മൾ എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി. എന്ത് തന്നെ ഭഗവാന് കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കും. പക്ഷെ എങ്ങനെ കൊടുക്കണം? ഭക്ത്യാ പ്രയച്ഛതി. നമ്മൾ ഭക്തിയോടുകൂടി കൊടുക്കുമ്പോഴാണ് ഭഗവാൻ അത് സ്വീകരിക്കുന്നത്. അപ്പോ ഈ പരമാത്മാവ് നമ്മളുടെ ജീവാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ സാക്ഷിയാണ്, ഉപദേഷ്ടാവാണ്, അനുമതിദായകനാണ് എന്നെല്ലാം ഈ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങള് ഭൗതികങ്ങളല്ല. കാരണം അദ്ദേഹം ഇന്ദ്രിയാതീതനാണ്. അദ്ദേഹത്തിന് എല്ലാ ദിക്കിലും കൈകാലുകളുണ്ട്. വ്യക്തിഗത ജീവാത്മാവിന് അതില്ല. വ്യക്തിഗത ജീവാത്മാവിന് ആ ഒരു ശരീരത്തിൽ മാത്രമേ കൈകാലുകളുള്ളൂ. പക്ഷേ ഭഗവാന്റെ കൈകാലുകൾ എന്ന് പറയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്. നമ്മളത് 11-ാം അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ആ സർവേശ്വരനായിട്ടുള്ള ഭഗവാനാണ് എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മാ രൂപത്തില് വാഴുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ അനുമതിയില്ലാതെ, ഇവിടെ എന്താണ് പറയുന്നത്? അനുമന്ത. അപ്പൊ ഭഗവാന്റെ അനുമതിയില്ലാതെ ജീവാത്മാവിന് യാതൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. വ്യക്തിഗത ജീവാത്മാവ് ഭുക്തനും ഭഗവാൻ ഭോക്താവുമാണ്. 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളിൽ ഓരോരുത്തരുടെ കൂടെ അവരുടെ സുഹൃത്തായിട്ട് ഭഗവാൻ വാഴുന്നുണ്ട്. സുഹൃതം സർവദേഹിനാം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. അല്ലാതെ എനിക്ക് പന്നി, പട്ടി, പൂച്ച, രാക്ഷസന്മാര്, മനുഷ്യര് ഇവർ തമ്മിലൊരു വേർതിരിവില്ല. കാരണം എല്ലാവരും എന്റെ അംശങ്ങളാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഓരോ വ്യക്തിഗത ജീവാത്മാവും പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാന്റെ ഒരു അംശം മാത്രമാണ്. അപ്പൊ അവരുടെ ആ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് അത് ശാശ്വതമാണ്. പക്ഷെ എന്ത് പറ്റുന്നു? നമ്മള് ഭൗതിക പ്രകൃതിയെ സ്വാധീനിക്കാനായിട്ടുള്ള ആ ശ്രമത്തില് നമ്മൾ ഭഗവാന്റെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ തന്നിഷ്ടപ്രകാരം നമ്മൾ ഓരോരോ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മളുടെ തന്നെ ശരീരത്തിൽ വസിക്കുന്ന ആ പരമപ്രഭുവായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നതല്ലേ, സുഹൃതം സർവദേഹിന. നമ്മളുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ഭഗവാന് നേരെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ദൃഷ്ടി തിരിക്കാനായിട്ട് ഇടവരികയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് എല്ലാ വ്യാകുലതകളിൽ നിന്നും നമുക്ക് മുക്തനാകാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ശ്വേതശ്വേതോപനിഷത്തും ഉപനിഷത്തും ഇത് എടുത്തു പറയുന്നുണ്ട്. സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ മനീഷയാ ശോചതി മുഹ്യമാനഃ ദുഷ്ടം യഥാ പശ്യതി അന്യമീശസ്യ മഹിമാനിത്യതി വീതശോകഃ എന്ന് പറയുന്നുണ്ട്. വീതശോകഃ നമുക്ക് ശോകം, അതുപോലെ തന്നെ ദുഃഖം, ഇതിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. എപ്പോ നമ്മള് നമ്മളുടെ ആ ഹൃദയത്തിൽ വസിക്കുന്ന ആ പരമപുരുഷന്റെ നേരെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ദൃഷ്ടി തിരിക്കാൻ ഇടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദുഃഖങ്ങളിൽ നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം തന്നെ നമുക്ക് തന്നിട്ടുള്ള ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പൊ ഈ ദുരുപയോഗമാണ് നമ്മുടെ ക്ലേശങ്ങൾക്ക് കാരണം. ഭഗവാൻ ഉള്ളിൽ നിന്ന് പരമാത്മാവിന്റെ രൂപത്തിലും അതുപോലെ തന്നെ പുറമേ നിന്ന് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ രൂപത്തിലും ഒരേപോലെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത പോലെയുള്ള ആ മഹത് ഗ്രന്ഥങ്ങൾ ഇതെല്ലാം ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. കാരണം എന്താണ്? ഇതെല്ലാം ഭഗവാന്റെ തന്നെ നിർദ്ദേശങ്ങളാണ്. അപ്പോ എല്ലാവരും തന്നെ പറയുന്നത്, ഇപ്പൊ ഭഗവാനായിക്കോട്ടെ, വൈദിക ഗ്രന്ഥങ്ങളായിക്കോട്ടെ, ആധ്യാത്മിക ഗുരുവായിക്കോട്ടെ, എല്ലാവരും പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം അറിയാം. നിങ്ങൾ എല്ലാ ധർമ്മങ്ങളെയും നമ്മൾ പരിത്യജിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാന്ന് എല്ലാവരും പറയുന്നത്. അപ്പോ ഇപ്രകാരം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ പറയുന്നത്? അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, ഞാൻ നിങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ സന്തുഷ്ടരാക്കി തരാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അർജുനൻ തന്റെ സനാതന സുഹൃത്തായിട്ടുള്ള ഭഗവാന് നേരെ മുഖം തിരിച്ചു. അദ്ദേഹത്തിന്റെ തിരുമുഖത്ത് നിന്നുള്ള ഉപദേശങ്ങള് ഗ്രഹിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനും തന്റെ ശോകമോഹ വിലാപങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ടും അർജുനന് സാധിച്ചു. അപ്പോൾ അർജുനനെ പോലെ നമ്മളും ആ പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമുള്ളൂ. പ്രത്യേകിച്ചും നമ്മളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ബുദ്ധിമാന്മാരാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ ബുദ്ധിയുടെ ഏറ്റവും പ്രധാന ലക്ഷണം എന്താണ്? നമ്മുടെ ഭഗവാനെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പൊ നമ്മൾ ഭഗവാനെ നമ്മുടെ സുഹൃത്തായിട്ട്, നമ്മുടെ അനുമന്ത, ഉപദിഷ്ട എല്ലാമായിട്ട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे, श्री हरि बोल. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാം. പ്രഭുജി, ഇത് ഇന്നത്തെ ക്ലാസ് സംബന്ധിച്ചല്ല, അല്ലാതെ ഒരു ക്വസ്റ്റ്യനാണ് എനിക്കറിയാം. ചോദിക്കൂ പ്രഭു. പ്രഭുജി, നമുക്ക് ആഹാരം ഈ മസൂർ ദാൽ എന്ന് പറഞ്ഞ ചുമന്ന ദാൽ വരും, അത് നമുക്ക് നിവേദിക്കാനൊക്കെ പറ്റുമോ? മസൂർ ദാൽ ഞങ്ങൾ ഇവിടെ നിവേദിച്ചേക്കെ. മസൂർ ദാൽ നമുക്ക് നിവേദിക്കാൻ പറ്റുമോ? മസൂർ ദാൽ നിവേദിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ചുമന്ന ദാല് ആ മാസത്തിൽ മാത്രം പാടില്ല. കാർത്തിക മാസത്തില് ഒരു മാസം പാടില്ല, ബാക്കിയുള്ള നമുക്ക് ചെയ്യാം. ഹരേ കൃഷ്ണ. വാങ്ങിച്ചിട്ടില്ല, ഹരേ കൃഷ്ണ. കഴിക്കാതെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഇന്നലെ 1,40,50,000 പേരാണ് നമ്മുടെ മായപ്പൂർ ധാം വിസിറ്റ് ചെയ്തത്. ഹരി ബോൾ, ഹരി ബോൾ. 1,40,50,000 എങ്ങനെ പ്രഭു കൺട്രോൾ ചെയ്തു? അത് ഏതൊരിക്കാ ഭേദം.
പോലീസ് റോഡിൽ നിറയെ ഉണ്ട്. അവര് ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ടും പല സ്ഥലത്തും അവർ ബ്ലോക്കുകൾ സൃഷ്ടിച്ചിരുന്നു ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ടെമ്പിളിനകത്തും അതുപോലെ തന്നെ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇത്രയും ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം നമ്മളുടെ ഈ പ്രസാദം ഹാളുകളുടെയൊക്കെ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞ ഒരു പരിമിതിയുണ്ട്. അപ്പോ 1 മണിക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രസാദം കഴിയുമ്പോൾ 4 മണിയാവും. അത് തന്നെ ഈ ഗുരുവായൂർ ദർശനത്തിന് നിൽക്കുന്ന പോലെ അവർ ലൈൻ കെട്ടി അതിങ്ങനെ കിലോമീറ്റർ നീണ്ടു പോയിരിക്കുകയാണ് പ്രസാദത്തിനുള്ള ലൈൻ. പക്ഷെ എന്നിരുന്നാലും ഈ നമ്മളുടെ 4 കിച്ചണിനും കൂടെ ഇന്നലെ 40,000 പേര് പ്രസാദം കഴിച്ചു. ചൈതന്യ മഹാപ്രഭു കി ജയ്. ഹരേ കൃഷ്ണ. മായാപൂർ ദിവ്യധാമിൽ നിന്നാണ് നമ്മൾ ഇത്രയും നേരം ഈ സത്സംഗ കേട്ടത്. സോ നമുക്ക് യാതൊരു 6 വർഷമായി 6.5 വർഷമായെന്ന് തോന്നുന്നു ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സോ നമുക്കിങ്ങനെ തന്നെ തുടർന്ന് കിട്ടണം. പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 ഹരേ